greatest wedding collection. Emmanuel Silks, M Space Shopping Center, Mele Patambi. Also at Kannur, Kanyanad, Payyanur and Irati. ചരിത്രത്തിൽ ആദ്യമായി കലാമണ്ഡലത്തിൽ ഭരതനാട്യം പഠിക്കാൻ ആൺകുട്ടിയെത്തി. കലാമണ്ഡലത്തിലെ ഭരതനാട്യം അധ്യാപകനായ ഡോക്ടർ RLV രാമകൃഷ്ണന്റെ ശിക്ഷണത്തിലാണ് 11 വയസ്സുള്ള ഡാനിയൽ എൽദോ 6 മാസം ഭരതനാട്യം പഠിക്കുന്നത്. പിറവം മാമലശ്ശേരി വീട്ടിൽ എൽദോയിന്റെയും മാതാവ് ഹണിയുടെയും മകനായ ഡാനിയൽ എൽദോ ആണ് 11ാം വയസ്സിൽ ഭരതനാട്യം പഠിക്കുവാനെത്തിയത്. 6 മാസത്തെ കോഴ്സിലാണ് ചേർന്നിരിക്കുന്നത്. ഇവർ വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ താമസിച്ചു വരികയാണ്. ഡാനിയലിന് ഭരതനാട്യം പഠിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ മകന്റെ ആഗ്രഹം രക്ഷിതാക്കൾ സാധിച്ചു കൊടുക്കുകയായിരുന്നു. ബുധനാഴ്ച രാവിലെ പിതാവ് എൽദോ ഡാനിയൽ കലാമണ്ഡലത്തിൽ എത്തി. കൂത്തമ്പലത്തിൽ വന്നതിന് ശേഷം കൂത്തമ്പലത്തിനെയും ആശാൻ രാമകൃഷ്ണനെയും ഡാനിയൽ നമസ്കരിച്ചതിന് ശേഷമാണ് ആദ്യ ഭരതനാട്യം പഠിക്കുവാനായി ഇറങ്ങിയത്. തുടർന്ന് ഭരതനാട്യത്തിന്റെ മുദ്രകളും സ്റ്റെപ്പുകളും കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഡാനിയലും അവതരിപ്പിച്ചപ്പോൾ കലാമണ്ഡലത്തിലെ ചരിത്ര മുഹൂർത്തത്തിന് ഒരു വരി കൂടി എഴുതി ചേർക്കാം. കാരണം കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്ക് ഭരതനാട്യം പഠിക്കുവാൻ ഇതുവരെ അവസരം കൊടുത്തിരുന്നില്ല. കഴിഞ്ഞ വർഷം മുതലാണ് ആൺകുട്ടികൾക്കും ഭരതനാട്യം പഠിക്കുവാൻ അവസരം കലാമണ്ഡലം ഒരുക്കിയത്. എന്നാൽ കഴിഞ്ഞ വർഷം ആൺകുട്ടികൾ പഠിക്കുവാൻ എത്തിയിരുന്നില്ല. ഈ വർഷമാണ് ആദ്യമായി ഒരു ആൺകുട്ടി കലാമണ്ഡലത്തിൽ ഭരതനാട്യം പഠിക്കുവാൻ എത്തുന്നതെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P. രാജേഷ് കുമാർ പറഞ്ഞു. നിലവിലെ കലാമണ്ഡലത്തിലെ പഠിച്ച് പരിശീലനം കഴിഞ്ഞവരെല്ലാം തന്നെ കലാമണ്ഡലം എന്നൊരു ടൈറ്റിൽ ഉപയോഗിക്കാറുണ്ട്. അത് എന്തായാലും ഈ ഷോർട്ട് ടൈം കോഴ്സുകൾക്ക് ചേരുന്നവർക്ക് തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെ നമ്മൾ നിബന്ധന വയ്ക്കുന്നുണ്ട്. കാരണം വർഷങ്ങളോളം കലാമണ്ഡലത്തിൽ ചേർന്ന് 8 വർഷവും 10 വർഷമൊക്കെ പഠിക്കുന്ന ആൾക്കാർ അവരുടെ ഒരു സമയവും അവരുടെ എഫേർട്ടും എല്ലാം നിസ്സാരവൽക്കരിക്കുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈം കോഴ്സുകൾക്ക് അത്തരത്തിലുള്ളൊരു ആനുകൂല്യം ഉണ്ടാവില്ല. അതേസമയം ആ കലാരൂപങ്ങളെ പരിചയപ്പെടുത്താനും അതുപോലെ ആ കലാരൂപങ്ങൾ അഭ്യസിക്കാനുമുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടായിരുന്നു. വിദ്യാർത്ഥിയെ പഠിപ്പിക്കുവാൻ അവസരം കിട്ടിയതിന് കലാമണ്ഡലത്തിനോട് ഒരുപാട് നന്ദിയുണ്ടെന്ന് ഡോക്ടർ RLV രാമകൃഷ്ണൻ പറഞ്ഞു. ഡാനിയൽ ആക്ച്വലി ഓസ്ട്രേലിയൻ സിറ്റിസണാണ്. പക്ഷേ കേരളത്തിലാണ് വീടുകൾ. പിറവത്തും തിരുവനന്തപുരത്താണ് മാതാപിതാക്കളുടെ വീടുകൾ. അങ്ങനെ ഒരു നർത്തകനാവാനാണ് ഏറ്റവും വലിയ മോഹം ഡാനിയലിൻ്റെ. അപ്പം ഞാൻ ഈ അടുത്ത ഓസ്ട്രേലിയൻ പരിപാടിക്ക് പോയപ്പോൾ എൻ്റെ നൃത്ത പരിപാടി കാണാൻ വരികയും അന്ന് അവിടുത്തെ നൃത്ത പരിപാടിയിൽ ഒരു ചെറിയൊരു ഐറ്റം അന്ന് പഠിക്കുകയും ചെയ്തിരുന്നു. ബേസിക്കലി ഡാനിയൽ നേരത്തെ നൃത്തം പഠിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് കലാമണ്ഡലവുമായിട്ട് എങ്ങനെ സഹകരിക്കാം അല്ലെങ്കിൽ എങ്ങനെ കോഴ്സിന് വരാമെന്ന് അന്ന് മുതൽ നിരന്തരം ആവശ്യപ്പെടുകയും രജിസ്ട്രാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു കോഴ്സിന് സാധാരണ എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഇത്രയും ചെറിയ പ്രായത്തിലുള്ള ആൺകുട്ടികളും അല്ലെങ്കിൽ ചെറിയ കുട്ടികളും വന്നിട്ടില്ല. 8ാം ക്ലാസ്സിലേക്ക് ഫുൾ ടൈം കോഴ്സിനാണ് അഡ്മിഷൻ ഉള്ളത്. അപ്പോൾ ഷോർട്ട് ടൈം കോഴ്സിന് ആദ്യമായിട്ടൊരു കുട്ടി ചേരുകയാണ്. അതിൻ്റെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം കലാമണ്ഡലത്തിൽ അങ്ങനെ ഇത്തരം ഓപ്പൺ കോഴ്സുകൾ ധാരാളം വരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കോഴ്സിൽ പഠിക്കാനായിട്ട് എത്തിച്ചേരുന്നു എന്നുള്ള അതിൻ്റെ ഒരു ആരംഭം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഡാനിയൽ ഇവിടെ വന്നിട്ടുള്ളത്. ആദ്യമായി കലാമണ്ഡലത്തിൽ എത്തിയ ഭരതനാട്യം വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണെന്ന് കലാമണ്ഡലം നൃത്ത വിഭാഗം മേധാവി കലാമണ്ഡലം സംഗീത പ്രസാദും പറഞ്ഞു. VCV ന്യൂസ്, ചെറുതുരുത്തി. You are watching VCV News.